വീടിന് മൊത്തം 8.5 ലക്ഷം രൂപയുടെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ടഫൻ ഗ്ലാസ്. ഇത് മൊത്തം ടഫൻ ഗ്ലാസ്സാ. അപ്പൊ ഇതിന്റെ പ്രത്യേകം ചോദിച്ചാൽ ഇവിടെ ഇരിക്കാൻ നേരത്ത് എന്ത് കിട്ടണം? ഇവിടുത്തെ ഫ്രണ്ടിലെ വ്യൂ കിട്ടണം. പിന്നെ അങ്ങനെയുള്ള സംഭവമൊക്കെ ആയിട്ട് അടുത്ത് വല്ല ക്യാമറയിൽ നിന്ന് അകന്നു പോകുമ്പോ അതായത് അങ്ങനെയുള്ള ടഫനാ. നമ്മളിപ്പോ ഇനിയിപ്പോ നേരെ മേലോട്ട് പോവാണ്. മേളില് ഞങ്ങളുടെ പ്രാന്ത് മൊത്തം ഉണ്ട്. വാ, അത് ഞാൻ പറഞ്ഞില്ല, മറ്റേ നമ്മുടെ റസാക്ക മൊത്തം പുള്ളിക്കാരന്റെ ഐഡിയ ഇത് മൊത്തം. നമ്മൾ ഇത് വരച്ചതും ഇത് പണിതും ആൾക്കാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു. ഓവർ ചോദിക്കില്ല, പറയാൻ അറിയില്ല, അതുകൊണ്ടാണ് ഇത്. ഇനി എന്റെ പുറകെ വരുന്ന ആരാന്ന് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും. ഇതാണ് എന്റെ കൂട്ടുകാരൻ സെബിൻ. ഇനി ഞങ്ങളുടെ യാത്രയിൽ ഇവൻ കൂടുതലുണ്ടാവും. എന്റെ ബാല്യകാല സുഹൃത്താണ്. അവൻ വീട്ടിലായിരുന്നു. അല്ല അങ്ങനല്ലേ? ഞങ്ങള് സ്വന്തം പണിത് ഞങ്ങൾ തിയേറ്റർ കാണിച്ചു തരാം. യെസ്, കമാൺ. ഇതാണ് ആക്ച്വലി ഭയങ്കര പൈസ കൂടിയിട്ട് ചെയ്യാന്ന് പറഞ്ഞ സംഭവമായിരുന്നു. പക്ഷെ ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു 1.25 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ തീർത്തു. 1.25 ലക്ഷം രൂപയ്ക്ക് ഹോൾ തിയേറ്റർ, സ്പീക്കർ എല്ലാം അടക്കാം. അതായത് ഇത് പിന്നെ ഡൽഹിന്ന് കൊണ്ടുവന്നൊരു പിന്നെ മറ്റേ എക്കോ ഇത് കട്ട് ചെയ്യുന്ന ഫോം, അത് മൊത്തം ഒട്ടിച്ചു. പിന്നെ 32,000 രൂപയുള്ളൂ ഈ കാണുന്ന യമഹയുടെ റിസീവറിന്. അത് 32,000 രൂപയ്ക്ക് ആമസോണിൽ കിട്ടും 5.1. അത്രേ ഉള്ളൂ. അതിന്റെ കൂടെ തന്നെ എല്ലാം കിട്ടും. പിന്നെ ഇതിന് 22,000 രൂപ ആ പ്രോജക്റ്റിന്. ബൊറോസോ എന്ന് പറഞ്ഞ കമ്പനി ഏറ്റവും ചാത്തനിൽ ഏറ്റവും നല്ല ക്വാളിറ്റി നൽകുന്ന സാധനം. സ്ക്രീൻ ഒട്ടിച്ചാക്കുന്നല്ലേ? ഇതൊരു ഒട്ടിച്ചാക്കുന്ന ഒരു സാധനം. ഈ സ്ക്രീൻ തന്നെ ഇത് ഒട്ടിച്ചെടുത്താക്കുന്ന. ഓക്കേ, ഞാൻ പക്ഷെ നമ്മളെല്ലാരും വിചാരിക്കില്ലേ വീട്ടിലേക്ക് തിയേറ്റർ വേണം. പക്ഷെ ഇത് 1.25 ലക്ഷം രൂപയ്ക്ക് സ്വന്തം ചെയ്തുകൊണ്ട് നമുക്ക് വേണമെന്ന് താല്പര്യം നമുക്ക് സ്വന്തം ചെയ്യാവുന്ന കേസുള്ളൂ. ആ AC ഒക്കെ ബിസ്മിന്ന് 26,000 രൂപയ്ക്ക് മേടിച്ചാ 1.5 ടൺ. അത്രേ ഉള്ളൂ. എനിക്ക് ഇനി ഇവിടുത്തെ സിസ്റ്റം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഇന്റർവ്യൂല്. തീർച്ചയായും കളിക്കാം. ഞാൻ മൂത്ത് നിൽക്കുക. വേഗം പറ. അപ്പൊ നമ്മുടെ ഈ ബഡ്ജറ്റ് യൂട്യൂബിൽ ആദ്യമായി വിജയുടെ ഒരു പാട്ടിന് ഡാൻസ് കളിക്കണം. ഞാൻ കളിക്കൂല. ഞങ്ങൾ ഞങ്ങളുടെ ചാനലിലെ കളിക്കുള്ളൂ. ഇല്ല, വില പോവും. ഞങ്ങൾ പാട്ടിട്ടൊന്നില്ലേ, ഡാൻസ് കളിച്ചോണേ. ഇല്ല, ഇച്ചിരി തലക്കനുള്ള ആൾക്കാരാണ്. അപ്പൊ 2 സ്റ്റെപ്പ്. 2 സ്റ്റെപ്പ്. അത് 10 പ്രാവശ്യം കളിച്ചിങ്ങനെ. നാണോ ചേച്ചി? അതുകൊണ്ടാ. വേറൊരു കേസ് ഞാൻ പറയാൻ മറന്നുപോയി. 27 വയസ്സുണ്ട്. ഞാൻ ഈ ചേച്ചിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഞങ്ങളുടെ ഒക്കെ ഒപ്പമുള്ള ഏജ് ആയിരിക്കും എന്നാണ്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായ വളരെ പ്രായം കുറവ്. 2000 മോഡൽ ആളാണ്. അതായത് 24 ഏജേ ഉള്ളൂ. അപ്പൊ എന്നെ ചേച്ചിയിൽ നിന്ന് വിളിക്കരുതെന്ന് പറഞ്ഞു. അതൊക്കെ നിക്കട്ടെ, എനിക്ക് വേറെ കാണിച്ചു വെക്കാണ്ട്. എന്റെ വയസ്സ്, എന്റെ പ്രായം, അതൊക്കെ അനിയന് പ്രായം കയറി വരികയാണല്ലോ. അനിയനെ കൊണ്ട് കല്യാണം. അനിയനെ അടുത്ത സീസണിൽ കല്യാണം കഴിയും. ഈ സീസൺ അത്ര ശരിയല്ല.